ാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം. ക്ഷേമമോടെഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീപാപോൽ സഹതന്നാധാരമില്ലാത്ത സുഹൃത ജീവിതത്തിലും നിന്നുള്ള സ്നേഹപൂർണ്ണതയിലും ഇവർ അലങ്കരിക്കപ്പെടുമാറാകണമേ. നിന്റെ ദിവ്യന്മാരുടെ പരിജ്ഞാനത്തിന് ഇവരെ നീ യോഗ്യരാക്കണമേ. നിന്റെ ശ്ലീഹന്മാരുടെ വിശുദ്ധിക്ക് ഇവരെ നീ അർഹരാക്കണമേ. നിന്റെ സഹതയന്മാരുടെ ധൈര്യത്തിന് ഇവരെ നീ യോഗ്യരാക്കണമേ. ഇവയെല്ലാം കൊണ്ട് സമ്പാദിക്കുന്ന ശോഭയാൽ പൂർണ്ണ സുഹൃത്തുമുള്ളവരായി നിന്റെ വിശുദ്ധന്മാരോട് ഇവരെ കൂട്ടിച്ചേർക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിയായ ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. തടവിൽ പോയോ നൃത്തം ചെയ്തതായ സമയത്ത് അതിൽ ആകർഷനായി എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹെരോദ്യയ്ക്ക് യോഹന്നാൻ സ്നാപകനെ വകവരുത്തണമെന്നുള്ള വലിയ പകയുണ്ടായിരുന്നത് കൊണ്ട് മകളോട് യോഹന്നാൻ സ്നാപകന്റെ തല ആവശ്യപ്പെടുവാൻ പറഞ്ഞു. അത് നിർവഹിക്കുകയും ചെയ്തു. യോഹന്നാൻ സ്നാപകന്റെ പേര് നീതി പ്രസംഗി എന്നാണ്. ദൈവരാജ്യത്തിന്റെ നീതി ജീവിതത്തിന്റെ സന്മാർഗത്തിൽ കൂടിയാണ് വരുന്നതെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. തങ്ങൾ സഭയം ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപറിയോറാഹിന്മേലെ പരിശുദ്ധി ഞങ്ങൾക്കായുള്ളർത്തനെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാനേകാത്മജനോട് പ്രാർത്ഥനയിൽ സമയമീതാല്ലോ ഓരോ പതിവിൻപടി നിൻ കൂട്ടത്താൽ ഞായി പ്രാർത്ഥിക്ക നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീൻ ആടുകളെ മോശെ പോൽ സ്വജനത്തിനു വരദായകനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും ഗോൽഗോഥായിൽ കുരിശുമരത്തിന്മേൽ
താതൻ തൻ വലമാർന്നവനെ നാദായേശു മഹേശ്വരനെ ഐകിയ സമ്പാദ്യം സകലം വിട്ടതിഭീതികരം മസറേങ്കാനനമാർന്നവനെ ദയറാജീവിത വഴികാട്ടി സിദ്ധന്മാറം രാജരാജനായി ജീവനുപേക്ഷിച്ചും ആഷാണ്ടന്മാരോ പ്രതിധീരതയോടടരാടി ജയമകുടം പ്രാപിച്ചവനെ സർപ്പ ഇഗ്നാത്തിയോസഗ്നിമയ ഓർഗണമേ ഞങ്ങളെ നാളും പണ്ഡിത വൈദികനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളോ ഉന്നത ഞങ്ങളിൽ നിന്നകറ്റണമേ ഈശോ അകൃത്യമോ പാപവും മോചി ദൈവമേ അനുഗ്രഹിക്ക ആവേശ കൈക്കൊള്ളണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരോ അനേകർക്ക് സാന്ത്വനമായി സഹോദരൻ പദ്ധതിയിലൂടെ അനേകരെ സ്നേഹത്തിന്റെ ചിറകുകളിലേക്ക് അടുപ്പിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ വന്യ ഗുരുനാഥൻ, ഈ സഭയിലെ 65 വയസ്സിന് താഴെയുള്ള മിക്ക വൈദികരുടെയും ഗുരുനാഥനാണ് പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമനസ്. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഇടവകയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരവുകളും ഭക്തിയും വിനയപൂർവ്വം പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രം മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. ഇന്നിപ്പോൾ
മീനോ ചിക്കനോ ഒന്നും വാങ്ങിച്ചില്ല. രാവിലെ നമ്മളിവിടെ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് കൊടിയിറക്കായിരുന്നു. രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണമായിരുന്നു. കുർബാനയൊക്കെ സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് നേർച്ച ഉണ്ടായിരുന്നു. അപ്പവും പഴവും അതൊക്കെ കഴിച്ചു. നമ്മളിവിടെ വന്നു. കൊച്ചോളും ശാലവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ കടയിൽ പോയപ്പോൾ 12 മണിയായി. അതെല്ലാം കഴിഞ്ഞ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തേടെ ഒന്നും ഇല്ലായിരുന്നു. ഇനി അത്താഴത്തിന് ചോറ് വെക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇച്ചിരി അരി അങ്ങോട്ട് അടുപ്പിലിടട്ടെ. ആദ്യം അതങ്ങോട്ട് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് തട്ടിക്കൂട്ട് കൂട്ടാൻ എന്തെങ്കിലും വെക്കാം എന്ന് വിചാരിച്ചു. മുട്ട ഇരിപ്പുണ്ട്. മുട്ടയും വറുത്തൊരു ചമ്മന്തി അരയ്ക്കാം എന്നാണ് വിചാരം. നോക്കാം. ശർക്കര വരട്ടിക്ക് അങ്ങ് കൊതിയാങ്ങ്. ഇത് കൊള്ളത്തില്ല. ഇത് ചമ്മന്തി അരയ്ക്കാൻ കൊള്ളത്തില്ല. പാരിയൊക്കെ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം മോരുകറി ഇരിപ്പില്ല. കുളിച്ചേ വെച്ച് വാട്ട, എന്നാലേ തലയ്ക്കൊരു വിളവ് വീഴത്തുള്ളൂ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ. നമുക്കൊരു കുഞ്ഞ് സാമ്പാർ വെക്കാം. സാമ്പാർ എന്ന് പറയാനൊന്നുമില്ല. 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും 2 തക്കാളിയും 2 സവാള എടുത്തിട്ടുണ്ട്, പരിപ്പും. ഒരു സാമ്പാർ വെക്കാം. മുട്ടയും വറുത്ത് ഇച്ചിരി മെഴുക്കുവരട്ടി കാണും, അതും കൂട്ടി രാത്രി അത്താഴം കഴിക്കും. സൂക്ഷിച്ചു പോണേ. കഷ്ണമൊക്കെ അരിഞ്ഞു, പരിപ്പൊക്കെ കഴുകിയെടുത്തു. നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം. അവരെ 3 പേരും കൂടെ ഞാനിക്കൂട്ടിലെടുക്കാൻ പോയതാ കേട്ടോ. ഞാന് പിന്നെ സന്ധ്യക്ക് ഇപ്പൊ കുക്കു വിളിച്ച അന്നേരം അവിടെ ചീരത്തോരനുണ്ട്, തരാം ചെല്ലാങ്കിൽ എന്ന് പറഞ്ഞു. അതിന് ചീരത്തോരനൊക്കെ മേടിക്കാം. 2-3 ബ്ലേഡ് അവിടെ ഇരിപ്പുണ്ട്, അത് വറക്കാൻ തരാം എന്ന് പറയും. അത് മേടിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയത് അവര് കേട്ടോ. നമുക്കപ്പോ സാമ്പാറും വെച്ച് മീനും വറക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തങ്ങ് വെക്കാം അല്ലേ. മൂന്ന് പേരുടെ പോയിട്ട് വന്നത് ചീരത്തോരൻ, പിന്നെ മീൻ വറക്കാനുള്ളത്. കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവട്ടെ. നമുക്ക് കമന്റൊക്കെ വായിച്ച് എൻ്റെ പ്രിയങ്ങളോട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ലൈവും വരാം. കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിനൊരു സ്വസ്ഥതയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അത് എല്ലാം ഒന്ന് ആവട്ടെ. പള്ളിപ്പെരുന്നാൾ കൊടിയിറപ്പിന്റെ ഒക്കെ വീഡിയോ നോക്കട്ടെ. കുറച്ചൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലൈവ് ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്തൊന്ന് എടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഈ വീഡിയോക്കകത്ത് ഞാൻ ചേർത്തേക്കാം. ഇച്ചിരി ഏത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മെഴുക്കുവരട്ടിക്കുള്ളത്, അതങ്ങോട്ട് ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് കടുക് വറക്കാം, മീനും വറക്കാം. അവിടെ എല്ലാവരും സിനിമ കാണില്ല, എന്തൊക്കെയോ മേളം കേൾക്കാം. ഇംഗ്ലീഷാണോ ഹിന്ദി ആണോ എനിക്കറിയില്ല. എന്തായാലും മലയാളമല്ല.
അവരുടെ നിഘണ്ടുവിൽ മലയാള സിനിമകൾ അധികം ഇല്ല. ഓരോരുത്തർ അടുക്കളയിൽ വന്ന് നോക്കും എന്തായി. ഷാരോൺ വരുമ്പോഴേ വരത്തുള്ളായിരിക്കും ഇല്ലേ? ഇതിപ്പോ എനിക്ക് കുറച്ചുകൂടെ ഇതല്ലേ. അല്ലാത്തപ്പോ ഞാൻ ഇറങ്ങുന്നത് അന്നേരം മമ്മ ഇവിടെ കാണത്തില്ലല്ലോ. അന്നേരം ജോലിക്ക് പോകും. അന്നേരം മോനിക്കുട്ടനും ഇവിടെ ഇല്ല. പിന്നെ ഞായറാഴ്ചയുള്ളു. ഞായറാഴ്ച പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മളവിടെ മർത്താമ സ്കൂളിൽ അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നു. അപ്പൊ മീനല്ലേ ഇവിടെ നിന്ന് വന്നു വിട്ടെ. മീൻ അവിടെ നിന്ന് വന്നു വിട്ടു. ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, ബാക്കി അവിടുത്തെ. സാമ്പാറും വെച്ചു. ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ മാങ്ങ കേടായിപ്പോയി. ശരി, അത് അന്നേരം തന്നെ വിറക്കി. ഇന്ന് ഞാൻ കുറച്ച് വിറക്കി എന്നിട്ട് വെച്ചായിരുന്നു. അതല്ല, കുഞ്ഞുമാങ്ങ പോരാ, വലിയ മാങ്ങ വേണം ചമ്മന്തി അരക്കാൻ. അന്നേരം അത് കട്ട് ചെയ്യണം. ഒത്തിരി എടുത്തില്ല. സാമ്പാർ, ചീരത്തോരൻ, മെഴുക്കുപുരട്ടി, മീൻ വറുത്തത് ഒക്കെ റെഡിയായിട്ടുണ്ട്. ചോറ് അങ്ങോട്ട് വാർത്തിട്ടു. നമുക്ക് കഴിക്കാം പ്രിയങ്ങളെ. ഇത് രാവിലെ നമ്മൾ ചപ്പാത്തി മേടിച്ചായിരുന്നേ കഴിക്കാൻ. അതിൻ്റെ കൂടെ വാങ്ങിച്ച എന്തോ കറിയാണ്, ഗ്രേവി ഏതാണ്ട്. അതവിടെ വെച്ചേക്കോ, എന്തിനാണെന്നും എനിക്കറിയത്തില്ല. ഷാലോ മന്തി ബാ മോനുകുട്ട. ഇത് കളയട്ടെന്ന് വെച്ചപ്പോ വേണ്ട, നല്ലതാണ്. എന്തോനെ ഇനി ശാലോമേ കഞ്ഞിവെള്ളം കളയണം. വെള്ളത്തിൽ കൊടുക്കും. എല്ലാ കൂട്ടാനും അവിടെ ഉണ്ട്. മോനെ ആവശ്യത്തിന് മോനെ അച്ചാറ് നാരങ്ങ എന്തോ നാരങ്ങയാണോ ഇരിക്കുന്നത്? വിശക്കുന്ന പ്രിയങ്ങളെ. ചോറും സാമ്പാറും ഒക്കെ അങ്ങോട്ട് കഴിക്കട്ടെ. സാമ്പാർ ഒഴിച്ചു. അധികം കഷ്ണങ്ങളൊന്നുമില്ലാത്ത സാമ്പാർ. ഞാൻ എപ്പോഴും പറയാറില്ല, ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. മാമിയുടെ ചീരത്തോരൻ, ഇച്ചിരി മെഴുക്കുവരട്ടി, അയ്യോ താഴെ പോയി, മീൻ വറുത്തത്. തലക്കഷ്ണമൊന്നും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനെടുക്കും. അപ്പം ഇന്നത്തെ അത്താഴം ബലേ ഫേഷായി അല്ലേ. കറിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ നിറച്ച് കറികളായി. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. നല്ല വിശപ്പുണ്ട്. നമുക്കിനിയും അടുത്ത ദിവസം കാണാം. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.